ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, നമ്മൾ ഇന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് മൂവിയാണ് കാണാൻ പോകുന്നത്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ഹൈസ്റ്റ് ഉണ്ട്, കൊലപാതകമുണ്ട്. എന്നാലും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ക്രൈം ത്രില്ലറല്ല. കേസ് അന്വേഷണത്തിലെ ഒരുപാട് ട്വിസ്റ്റുകൾ കാണിക്കുന്ന ഒരു രാത്രിയിലെ സംഭവം മാത്രമായിട്ടുള്ള ത്രില്ലർ. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ രസം പോകും, നമുക്കങ്ങ് കണ്ടുകളയാം. അതാ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോയാലോ? എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു കുഞ്ഞു പയ്യൻ കരയുകയാണ്. അവൻ്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു. കുറ്റവാളികളെ പിടിക്കാൻ പോയ സമയത്ത് ഏതോ ഒരു കുറ്റവാളി ആക്രമിച്ചതാണ്. തൻ്റെ ചെറുപ്രായത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലായിരിക്കും ആ മകൻ. കൂടെ തന്നെ അമ്മയുണ്ട്. പള്ളിയിൽ നിന്ന് അവരിറങ്ങുമ്പോൾ ഔദ്യോഗിക ഒഫീഷ്യൽ റെസ്പെക്റ്റിനായി ഒരുപാട് പോലീസുകാരവിടെ അണിനിരന്നിട്ടുണ്ട്. ഈ ഷോട്ട് നല്ല രസമുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് ക്യാപ്പ് വയ്ക്കുമ്പോൾ രസമായി. അങ്ങനെ ബഹുമതികളോടെ അച്ഛൻ്റെ അവസാന ചടങ്ങുകൾ നടക്കുന്നു. 19 വർഷങ്ങൾക്ക് ശേഷം ഈ പയ്യൻ ഒരു പോലീസുകാരനായി മാറിയിരിക്കുന്നു. ഇപ്പം സ്ഥലത്തെ പ്രധാന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. എന്നാൽ പുള്ളിക്കാരനൊരു പ്രശ്നമുണ്ട്. കുറ്റവാളിയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെടിവെച്ച് കൊന്നുകളയും. ഭയങ്കര കോപക്കാരനാണ്. അങ്ങനെ 7-8 ക്രിമിനൽസിന് തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യാവകാശത്തിന്റെ ആൾക്കാർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. എന്നാൽ പുള്ളിക്കാരന്റെ കയ്യിൽ തക്കതായ മറുപടി ഉണ്ടാവും. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാതെ ആരെയും പുള്ളി അങ്ങോട്ട് വെടിവെച്ചിട്ടില്ല. കൊല്ലപ്പെട്ടതെല്ലാം നൊട്ടോറിയസ് ക്രിമിനൽസാണ്. അവരെ ഇല്ലാതാക്കിയതിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ല എന്നാണ് ഹീറോ പറയുക. തക്കതായ കാരണങ്ങളില്ലാതെ ഒരിക്കലും തോക്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്കെതിരായ ആർഗ്യുമെന്റ്സ് ഒന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് ഹീറോ നേരെ വീട്ടിലേക്ക് വരികയാണ്. അമ്മയും ഒരു ജോലിക്കാരിയുമാണ് വീട്ടിലുള്ളത്. ജോലിക്കാരി ജോലി കഴിഞ്ഞ് അവരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് ഓർമ്മ നഷ്ടപ്പെട്ട അമ്മയുടെ അടുത്തേക്ക് വരികയാണ് ഹീറോ. ഒരുപാട് നേരമായിട്ട് മോനെ കാണാത്തോണ്ട് അമ്മ വിഷമത്തിലായിരിക്കും. നീ എവിടെ പോയതാ? നിന്നെ കാണാൻ ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നല്ലോ. എന്തുപറ്റി? ജോലിഭാരാണോ എന്ന് അമ്മ ചോദിക്കുക. മോൻ പറയും, അതെ, എന്റെ ജോലി ഇത്തിരി കഷ്ടപ്പാടാണെന്ന് അമ്മയ്ക്കറിയാലോ. അമ്മ പറയും, അതെ, സാത്താന്റെ കണ്ണിലേക്ക് നീ നേരിട്ട് നോക്കേണ്ടി വരും. അതാണല്ലോ പോലീസ് ജോലി. അമ്മയോട് ലവ് യു എന്നും പറഞ്ഞ് അവരെ കിടത്തി ഉറക്കിയതിനു ശേഷം ഹീറോയും റെസ്റ്റ് എടുക്കുക. ഈ സമയത്ത് ടൗണിൽ 2 ചെറുപ്പക്കാര് അവരെ BMW കാറ് കൊണ്ട് ഏതോ ഒരു കടയെ നിരീക്ഷിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അവരവരെ കാറ് കൊണ്ടുപോയി ഒഴിഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിടുകയാണ്. അവിടെ നിന്ന് മുഖംമൂടിയൊക്കെ ധരിച്ച് ഇവർ ആ ഷോപ്പിനകത്ത് കയറും. അതൊരു ചെറിയ ബാറാ, ഒരു ബിവറേജ് ബാർ. ബാർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവര് തോക്കുമായി അകത്ത് പോകുമ്പോൾ ഒരേ ഒരു ജോലിക്കാരനെ അവിടെ ഉണ്ടാവുള്ളൂ. എന്നാൽ അയാള് ഇവരെ കണ്ട് പേടിക്കുന്നില്ല. നിങ്ങളൊക്കെ എന്തിനാടാ വന്നത്? ഇത് കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് പുള്ളിക്കാരൻ പറയുക. എന്നാൽ ഈ പയ്യന്മാര് എന്നാ കുഴപ്പം ഞങ്ങളൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഈ ജോലിക്കാരന്റെ മോന്തയ്ക്കിടിച്ച് അയാളെ വീഴ്ത്തിയിട്ട് ഡ്രഗ്സ് എവിടെയാണ് നീ ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ അയാള് താഴെ ഫ്രീസറിലാണെന്ന് പറയാ. ഉടനെ ഈ 2 പേരും അയാളെയും പിടിച്ചോണ്ട് വന്ന് താഴത്തെ ഫ്രീസർ തുറന്നു നോക്കാണ്. അപ്പോൾ ഒരുപാട് പാക്കറ്റുകൾ നിറച്ചും വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഇത് കണ്ട ഉടനെ ഇവർ ഞെട്ടിപ്പോവും. കാരണം ഇവര് പ്രതീക്ഷിച്ചു വന്നത് ചെറിയ ക്വാണ്ടിറ്റിയാ, ഒരു 30 കീ. ഇവിടെ കാണുന്നത് 300 കീയാ. ഇതെന്ത് പറ്റി? ഇത്രയും സ്റ്റോക്ക് എവിടെ നിന്ന് വന്നു? അതിലെ ആഫ്രിക്കക്കാരൻ ചെറുക്കൻ പറയും, ഇതിലെന്തോ കുഴപ്പമുണ്ട്, നമുക്കിവിടെ വിട്ട് പോകാം, അതാണ് നല്ലത്. എന്നാൽ മറ്റവൻ സമ്മതിക്കുന്നില്ല. നമുക്ക് ജാക്ക് പോട്ട് അടിച്ചതാ, ഇത് നമ്മുടെ ഭാഗ്യമാണ്. ഇപ്പൊ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ കാലം മുഴുവൻ വേദനിക്കേണ്ടി വരും. നമുക്ക് പറ്റാവുന്ന എടുക്കാന്നും പറഞ്ഞ് ഇവൻ ഓടിപ്പോയി പാക്ക് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്ത് 2 പോലീസുകാർ ആ ബാറിനടുത്തേക്ക് വന്ന് നിൽക്കുന്നു. ഈ കൊള്ളക്കാര് മയക്കുമരുന്ന് സഞ്ചിയുമായി പുറത്തേക്ക് ഇറങ്ങി വരവെയാണ് ആ പോലീസുകാർ 4 പേര് ഈ ബാറിന് മുന്നിലേക്ക് വരുന്നത്. ബാർ അടച്ചിട്ടുണ്ട്. അവർ ഡോറി തട്ടി, എവിടെയാടാ പോയേ? നീ അകത്തില്ലേ? ഡോറ് തുറക്ക്, ഞങ്ങൾക്ക് ഓരോ പെഗ് വേണമെന്ന് പറയാ. നമ്മുടെ കൊള്ളക്കാര സഞ്ചിയെല്ലാം താഴെയിട്ട് ഒളിച്ചു നിൽക്കും. ഡോറ് തുറക്കാത്തതുകൊണ്ട് ആ പോലീസുകാര് അവൻ പുറകിലുണ്ടാവും, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് 2 പേര് പിറകുവശത്തൂടെ പോകുന്നു. അപ്പൊ ഈ മുന്നേ നിൽക്കുന്ന ആൾക്കാർ, ആ പോലീസുകാര് അകത്തൂടെ ടോർച്ച് ലൈറ്റ് അടിച്ചു നോക്കും. അപ്പൊ ഈ ഡ്രഗ്സിന്റെ പാക്കറ്റുകൾ നിലത്ത് ചെതറി കിടക്കുന്ന കാണാം. ഉടനെ ഇവർക്ക് മനസ്സിലായി അകത്ത് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. പിന്നിൽ ചെന്ന പോലീസുകാരൻ പറയും, ഇവിടെ ആരോ ഡോറ് തുറന്നിരിക്കുന്നു, ഞങ്ങൾ അകത്തേക്ക് കയറാണെന്ന്. അപ്പൊ ഇവിടുത്തെ പോലീസുകാർ പറയാ, അത് എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി, ഞങ്ങളും അകത്തേക്ക് വരാണെന്ന്. നമ്മുടെ കൊള്ളക്കാര് തോക്കുമായി ഈ പോലീസുകാർ വരുന്ന ഭാഗത്തേക്ക് ഒളിച്ചെന്ന് ചൂണ്ടും. കറക്റ്റ് പോലീസ് എൻ്ററായ ഉടനെ 2 പേരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ഈ നേരം ആ ജീവനക്കാരൻ ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആഫ്രിക്കൻ ചെറുപ്പക്കാരൻ അയാളെ വെടിവെച്ചിടും. പിന്നെ 2 പേര് പിറകിലൂടെ വരുന്നുണ്ടല്ലോ, അവരെ നമ്മുടെ വെള്ളക്കാരനാണ് വെടിവെച്ചിടുക. അതിലെ ഒരു പോലീസുകാരൻ പോലീസിന് വെടികൊണ്ടു, എത്രയും പെട്ടെന്ന് സ്ഥലത്തേക്ക് വരുമെന്ന് ഓക്കി ടോക്കിയിലൂടെ പറയാണ്. ഇയാൾ പറഞ്ഞു കഴിഞ്ഞ് എത്തി നോക്കാൻ നേരം ആഫ്രിക്കക്കാരൻ ആ പോലീസുകാരനെയും വെടിവെച്ചിടും. എന്നാൽ പുള്ളി മരിച്ചിട്ടില്ല. മറ്റേ ഇംഗ്ലീഷൻ അയാളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുക. ആഫ്രിക്കൻ വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. മറ്റവൻ പറയും, കൂടുതൽ പോലീസുകാർ വരുന്നു, നമുക്ക് ഇവനെ ജീവനോടെ വിടാൻ പറ്റില്ല എന്നും പറഞ്ഞ് അയാളെയും ഷൂട്ട് ചെയ്ത് ഇവര് ഡ്രഗ്സ് എടുത്ത് ഇവരെ കാറിൽ ലോഡ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അടുത്ത 2 വണ്ടി പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. ഇവർക്ക് ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. ആ ഇംഗ്ലീഷൻ പുറത്തിറങ്ങി ആദ്യ കാറിലെ ആൾക്കാർ കാറിനകത്ത് വെച്ച് തന്നെ വെടിവെച്ചിടും. 2ാമത്തെ കാറിലെ പോലീസുകാർ അവർ ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്യുക.
ഈ ഇംഗ്ലീഷൻ രണ്ടും കൽപ്പിച്ച് കണ്ണി കാണുന്നവരെല്ലാം കൊല്ലുക എന്നുള്ള രീതിയിൽ പോലീസുകാർ പ്രതീക്ഷിക്കാത്ത സമയത്തെല്ലാം ഷൂട്ട് ചെയ്ത് അവരെയും കൊന്നുകളയും. എന്നിട്ട് ആ പോലീസ് വാഹനം മാറ്റി ഇവരെ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറയുക. അതിലെ ഒരു പോലീസ് ലേഡിയായിരുന്നു പാവം. അവര് പെടയുന്നത് ആഫ്രിക്കൻ കാണുന്നുണ്ട്. മറ്റേ ഇംഗ്ലീഷിന്റെ അത്രയും നൊട്ടോറിയസ് അല്ല ഈ ആഫ്രിക്കക്കാരൻ. അവനിത്തിരി മനസാക്ഷിയൊക്കെ ഉണ്ട്. എന്നാലും കൂട്ടുകാരന്റെ കൂടെ പുറപ്പെട്ടതല്ലേ, വേറെ വഴിയില്ല. ഇവര് കാറുമായി രക്ഷപ്പെട്ടു പോകുമ്പോൾ ആഫ്രിക്കൻ ഇംഗ്ലീഷിന് ചീത്ത പറയുന്നുണ്ട്. നീ എത്ര പോലീസുകാരെയാടാ കൊന്നത്? ഇപ്പൊ ഹീസ്റ്റ് മാത്രമല്ല, ഉത്തരവാദികളാ. നമുക്ക് എങ്ങനെ ഇതിന് രക്ഷപ്പെടാൻ പറ്റുക? ഇംഗ്ലീഷും പറയും മിണ്ടാതിരിക്കേ, ഒരു വഴിയുണ്ടാവും. വേറെ എന്ത് ചെയ്യാനാ? നമ്മൾ പോലീസിനെ പ്രതീക്ഷിച്ചതല്ലോ. ഇവരങ്ങനെ ഇവരെ കാറ് അമിത വേഗത്തിൽ ഓടിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാ. അപ്പോഴേക്കും ഇത്രയും പോലീസുകാർ കൊല്ലപ്പെട്ട വിവരം ആ സിറ്റിയിലും ഡിപ്പാർട്ട്മെന്റിലും തീ പോലെ പടർന്നു. എല്ലാവരും സ്പോട്ടിലേക്ക് എത്തിയിരിക്കുക. അവിടേക്കാണ് നമ്മുടെ ഹീറോ വരുന്നത്. അങ്ങേർക്കാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല. നോക്കുമ്പോൾ പോലീസുകാരുടെ ബോഡി പല സ്ഥലത്തും ചെതറിക്കിടപ്പുണ്ടാവും. മരിച്ചതെല്ലാം NYPD പോലീസുകാരാണ്. അതൊരു ഡിപ്പാർട്ട്മെന്റാ. പിന്നെ FBI ഒക്കെ ഉണ്ട്. എന്തായാലും ഇപ്പൊ ക്രൈം സീനിൽ ഈ പോലീസുകാരുടെ കൂട്ടുകാരായിട്ടുള്ള വേറെ കുറെ പോലീസുകാർ വിഷമിച്ചിരിപ്പുണ്ടാവും. ഇവരെല്ലാം 85 എന്ന് പറയുന്ന യൂണിറ്റിലെ പോലീസുകാരാ. അതിന്റെ ക്യാപ്റ്റനാണ് ഈ മൊട്ട പോലീസുകാരൻ. പുള്ളിക്കാരൻ ഹീറോയെ കണ്ടുമുട്ടുന്നു. ഞാൻ നിങ്ങളെ അച്ഛനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്, കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് അങ്ങേരോട് മര്യാദയുണ്ട്, അതുപോലെ നിങ്ങളോടും. ഈ കേസ് അന്വേഷിക്കാൻ യോഗ്യം നിങ്ങളാ. കാരണം കുറ്റവാളികളെ ജീവനോടെ വിടരുത്, കൊന്നിട്ടേ പിടിക്കാൻ പാടുള്ളൂ. എന്റെ കുട്ടികൾ മരിച്ചതിന് എനിക്ക് നീതി വേണം. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, കാരണമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. അതിനാ മൊട്ട പോലീസ്, ഈ കാണുന്നതൊന്നും നിനക്ക് കാരണമല്ലേ? അവിടെ മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവിടെ 4 പേര്, പുറത്ത് 4 പേര്. ഇനിയും എത്ര പേരാ നിനക്ക് വേണ്ടത്? അവരെല്ലാം ഈ സിറ്റിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലീസുകാരാ. എന്ത് പാപ അവർ ചെയ്ത്? എത്ര കുടുംബമെന്നറിയോ അനാഥമായത്? ഹീറോ ആ പോലീസുകാരുടെ പേരുകളെല്ലാം ചോദിക്കുക. പുള്ളിക്കാരൻ അത് പറഞ്ഞു കൊടുക്കും. അതിലെ ഒരു പോലീസുകാരൻ ഹീറോയുടെ കൂടെ പഠിച്ച ആളായിരുന്നു. 4 പേർക്ക് ഭാര്യയുണ്ട്, 6 മക്കളുണ്ട്. 2 പേരെ കല്യാണം നിശ്ചയിച്ചതാ. എല്ലാം അവസാനിച്ചു. അവരോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അവരിനി കോടതിയും കേസുമായി അലയിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതിനുള്ള നീതി നീ തന്നെ നേടിക്കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇത് ചെയ്ത നാറികളെ സംഭവ സ്ഥലത്ത് വെച്ച് എന്നെ കൊന്നു തന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. അത് കഴിയുമ്പോൾ ഈ പോലീസുകാർ എന്തുകൊണ്ടാണ് ഈ സ്പോട്ടിലേക്ക് വന്നതെന്ന് ഹീറോ ചോദിക്കുക. ക്യാപ്റ്റൻ പറയും, അവരൊരു കൊള്ള തടയാൻ വന്നതാണെന്ന്. കൊള്ളയുടെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ അവരെത്തിയതാണ്. എന്താണ് ഇവിടെ കൊള്ള നടക്കാനിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാർ ഹീറോയ്ക്ക് ഡ്രഗ്സ് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അത് ഏകദേശം 300 കിലോ ഉണ്ട്. എന്നാൽ ആ കൊള്ളക്കാര് 50 കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിയുമ്പോൾ മറ്റൊരു പോലീസുകാരും കൂടെ വരുന്നുണ്ട്. അവർ ആന്റി ഡ്രഗ്സ് കോഡിലെ ഇൻസ്പെക്ടറാണ്. ഈ കേസിൽ ഡ്രഗ്സും ഉൾപ്പെട്ടതുകൊണ്ട് അവരും ഉണ്ടാവും ഈ കേസ് അന്വേഷിക്കാൻ. എന്റെ ഇൻവെസ്റ്റിഗേഷനിൽ മറ്റൊരാളും കൂടെ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഹീറോ പറയുക. എന്നാൽ നാർക്കോട്ടിക്സ് ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്കും നിങ്ങളുടെ കൂടെ വന്നേ തീരൂ എന്നാ ലേഡി പറയും. ഒന്നുകിൽ എന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്റെ കൂടെ അടികൂടാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവൾ ചോദിക്കുക. അപ്പൊ ഹീറോ കൂടെ നിന്നോളാൻ പറയും. വേറെ വഴിയില്ല. ഈ സമയത്ത് നമ്മുടെ കൊള്ളപ്പയ്യന്മാര് അവരാ കാർ ഏതോ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി അവിടുന്ന് വസ്ത്രമെല്ലാം മാറുക. അപ്പോഴൊക്കെ ആഫ്രിക്കക്കാരൻ ചെറുക്കന് ഭയങ്കര ദേഷ്യമുണ്ട്. മറ്റവനിങ്ങനെ പോലീസുകാരെ കൊന്ന് ഈ കേസ് ഒരു വലിയ കേസാക്കിയതിന്. നമ്മളാരും കണ്ടുപിടിക്കില്ല എന്ന് ഇംഗ്ലീഷും പറയുന്നുണ്ട്. പക്ഷെ ആഫ്രിക്കൻ അറിയാം പോലീസുകാരെന്തായാലും കണ്ടുപിടിക്കും. അവരെത്രയും പെട്ടെന്ന് നമ്മളുള്ള സ്ഥലം അന്വേഷിച്ച് വരുമെന്ന്. കാരണം അവരിലെ ആൾക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവർ നമ്മളെ വിടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പ്ലാൻ വേണം, ഒപ്പം പണവും വേണം. എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഹീറോ ക്രൈം സീൻ പരിശോധിക്കുകയാണ്. ആ സീനിൽ നിന്ന് ഹീറോയ്ക്ക് മനസ്സിലായി 2 പേരാണ് ഈ ക്രൈം ചെയ്തിരിക്കണതെന്ന്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. 2 സ്ഥലത്ത് നിന്ന് മാറി മാറി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുത്തൻ സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ, മറ്റവനാണ് ഈ കൊലപാതകം എല്ലാം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ, അവനൊരു ടാലന്റഡ് കില്ലറാ. അവൻ പോലീസിന് സ്പേസ് കൊടുക്കാതെ എല്ലാവരെയും അടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷൂട്ടിങ്ങിൽ അവൻ ട്രെയിൻഡ് ആയിരിക്കണം. ഇത് ഹീറോ പറയുമ്പോൾ വീണ്ടും വില്ലന്മാരുടെ അടുത്തേക്ക് വരാണ്. ഇവർക്ക് ഈ ജോലി കൊടുത്തവൻ, സ്ഥലവും ജോലിയും പറഞ്ഞു കൊടുത്തവൻ ഇവരെ ഇന്ന് ഡ്രഗ്സ് വാങ്ങിക്കാൻ വരിക. ഇവരുടനെ അവന് നേരെ തോക്ക് ചൂണ്ടിയിട്ട്, നീ വെറും 30 എന്നല്ലടാ പറഞ്ഞത്, പക്ഷെ അവിടെ 300 ഉണ്ടായിരുന്നു. ഒപ്പം ഒരുപാട് പോലീസുകാരും. ഞങ്ങൾക്ക് ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നു. ഇനി ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. നീ ഞങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്താ ശരിക്കും പറ്റിയത്? അത് കേൾക്കുമ്പോൾ ഇടനിലക്കാരൻ പറയും, അമ്മയാണ് സത്യം, എനിക്ക് അറിയാൻ പാടില്ല. ഹോക്കാണ് പറഞ്ഞത്. സ്പോട്ടും ഐറ്റവും അവനാണ് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ജോലി തന്നു, നിങ്ങൾ ചെയ്യാൻ പോയി. പിന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും കിട്ടിയ സാധനം തായോ, പറഞ്ഞ പണം ഞാൻ തരാമെന്ന് പറയും പുള്ളി. അപ്പൊ അവര് ഞങ്ങൾ 50 കിലോ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിനക്ക് തരാൻ തീരുമാനിക്കുന്നില്ല, നേരിട്ട് ഹോക്കിന് കൊടുക്കണം. ഞങ്ങൾ റേറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പണവുമായി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ നാട് കടന്നു പോകണം. ഞങ്ങളുടെ തലയ്ക്ക് പോലീസുകാർ വില പറഞ്ഞിരിക്കുക. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നും പറഞ്ഞ് ഇവർ ചോദിക്കുകയാണ്. ഈ സമയത്ത് പോലീസിലെ ടെക്നിക്കൽ ടീം വില്ലന്മാരുടെ കാർ ഏതാണെന്ന് കണ്ടുപിടിക്കും. ആ നേരത്ത് വില്ലന്മാര് അവരുപയോഗിച്ച കാർ കത്തിച്ചു കളയുക, ആ BMW. പോലീസുകാരിപ്പോ കാറിന്റെ ലൊക്കേഷൻ തേടിക്കൊണ്ടിരിക്കുക. ആ നേരത്ത് ഹീറോ
ആ ഡ്രഗ് പോലീസുകാരോട് ചോദിക്കും, ഇത്രയും മയക്കുമരുന്ന് ഒരുമിച്ച് കൊണ്ടുപോകാൻ വെറും 2 ആൾക്കാർ മാത്രമേ വരുള്ളൂ. മാത്രമല്ല അത്രയും ഡ്രഗ്സ് കണ്ടിട്ട് വെറും 50 കിലോ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ പോലീസുകാർ പറയും, കുഴപ്പമൊന്നുമില്ല, സംഭവം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രയും ഡ്രഗ്സ് ഉണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കും കാരണം. അപ്പൊ ഹീറോ അവിടെ പോലീസ് വരുമെന്നും അവർ കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുപോലെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് അവന്മാരുടെ ലക്കായിരിക്കാം, അതല്ലെങ്കിൽ ഇതൊരു സെറ്റപ്പ് ആയിരിക്കാം. അത് വഴിയെ മനസ്സിലാകുന്നു പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് പോവാം. അപ്പൊ അവിടെ മറ്റൊരു വലിയ ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ സിറ്റിയുടെ മേയറിന്റെ ആളാ. സിറ്റിയിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതവിടുത്തെ ഭരണകർത്താക്കളുടെ തലയിലല്ലേ പോയി വീഴുക. അതുകൊണ്ട് മേയർ ഈ കേസ് FBI കൈമാറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹീറോയുടെ കയ്യിൽ നിന്ന് ഈ കേസ് വിട്ടുപോകും. ഇതറിഞ്ഞ ലേഡി പോലീസ് പറയുക, അവരിപ്പോഴും ന്യൂയോർക്ക് വിട്ടുപോകാൻ സാധ്യതയില്ല. നിങ്ങളിനി ഈ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടിരുന്നാൽ അവര് രാജ്യം വിടും. പിന്നെ നമുക്ക് ആൾക്കാരെ പിടിക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും കുറ്റവാളിയെ രക്ഷപ്പെടാൻ വിട്ടു എന്ന പേരായിരിക്കും മേയറുടെ തലയിലുണ്ടാവുക. അതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഹീറോ ആ പോലീസുകാരോട് ചോദിക്കുക. ആ സമയത്ത് മറ്റൊരു ചെറിയ പോലീസ് ഈ BMW ഉള്ള സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറയും. അത് ചൈന ടൗണിലാ. ഇതറിഞ്ഞ ഹീറോ ആ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് പറയുക, അവർ ഈ ഐലൻഡ് വിട്ട് പോയാൽ പിന്നെ അവരെ ലൊക്കേഷൻ പിടിക്കാൻ കഷ്ടമാണ്. ഇപ്പൊ നമുക്കറിയാം അവർ ഈ ഐലൻഡിൽ തന്നെയുണ്ട്. ഇനി അവർക്ക് വേണ്ടത് പണമാണ്. ആ ഡ്രഗ്സ് വിറ്റ പണം കൈക്കലാക്കിയിട്ടേ അവരിവിടുന്ന് പോവുള്ളൂ. എന്തായാലും അതിനു മുന്നേ നമുക്ക് ഈ ടൗൺ ലോക്ക് ചെയ്യണം. ഈ മാൻഹാറ്റനിലുള്ള 21 ബ്രിഡ്ജും ലോക്ക് ചെയ്യണം. പറഞ്ഞ പോലെ സിനിമയുടെ പേര് 21 ബ്രിഡ്ജസ് എന്നാണ്. അതെല്ലാം ലോക്ക് ചെയ്യണം. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുക. നിനക്കെന്താ പ്രാന്താണോ? സിറ്റി ഒന്നും ലോക്ക് ചെയ്യാൻ പറ്റില്ല, അത് വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ കുറ്റവാളി രക്ഷപ്പെട്ടാൽ മേയറുടെ പേര് പോകും. ഒരു 6 മണിക്കൂറിൽ കുറ്റവാളിയെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അവിടുത്തെ ഭരണത്തിന് മേൽക്കോയ്മയാ. സോ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയാണ്, ഒരു കാര്യം ചെയ്യാം, കാലത്ത് 6 മണി വരെ ഞാൻ നിനക്ക് വേണ്ടി ബ്രിഡ്ജസ് എല്ലാം ലോക്ക് ചെയ്യാം. അതിനുള്ളിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്ന് ഗ്യാരണ്ടി തരണം. അതല്ലെങ്കിൽ വരുന്ന നഷ്ടം മുഴുവൻ ഏൽക്കേണ്ടിയും വരും. റെഡിയാണോ എന്ന് ചോദിക്കുകയാണ് ആ ഉദ്യോഗസ്ഥൻ. മൊട്ട പോലീസുകാരൻ പറയും, ഞാൻ റെഡിയാ, പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്റെ തലയ്ക്ക് വെച്ചോ. എന്നാൽ ഹീറോ പിടിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഉടനെ ഹീറോ, എന്നാ പിന്നെ ഇനി ഒരു യാത്രാ സംവിധാനവും മാൻഹാട്ടനിൽ നിന്ന് പുറത്തു പോവുകയോ അകത്തു വരികയോ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സിറ്റി മുഴുവൻ കംപ്ലീറ്റ് ലോക്ക് ചെയ്യാം. അധികം വൈകാതെ ഇവർ ആ കത്തിയ കാറിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് ഇവർക്ക് വിവരങ്ങളൊന്നും കിട്ടില്ല. എന്നാൽ ആ കാർ അവിടെയിട്ട് മറ്റൊരു വണ്ടിയിൽ എന്തായാലും ഇവർ പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആ സ്ഥലത്ത് നിന്നും കുറച്ച് സമയത്തിനുള്ളിൽ പുറത്തേക്ക് പോയ കാറുകളെല്ലാം സ്കാൻ ചെയ്യാൻ പറയും ഹീറോ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിനോട്. ആ സമയത്ത് മറ്റേ ലേഡി പോലീസ് ചോദിക്കുകയാണ് ഹീറോയുടെ അടുത്ത്, നിങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പല ക്രിമിനൽസിനെയും എൻകൗണ്ടർ ചെയ്ത ആളാണ്. എനിക്കിവിടെ അറിയേണ്ടത് 7-8 പോലീസുകാരെ കൊന്ന ആ കുറ്റവാളികളെ നിങ്ങൾ ഇല്ലാതാക്കുമോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുള്ളൂ. കാരണം എനിക്കൊരു മോള് വീട്ടിലുണ്ട്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, നീ പോലീസിന്റെ ബാഡ്ജ് ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കഴിഞ്ഞ് മാത്രമേ നിന്നെ ഒരാൾക്ക് ആക്രമിക്കാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ കൊള്ളക്കാരൻ ചെറുക്കന്മാര് ഈ ഡ്രഗ്സ് കച്ചവടം ചെയ്യുന്ന മെയിൻ പുള്ളിയുടെ അടുത്തേക്ക് ഇവരാണ്. അയാളാണ് ഈ പയ്യന്മാരെയൊക്കെ വെച്ച് ഇടപാട് നടത്തുന്നത്. ഇവർ ഡ്രഗ്സ് കൊണ്ടുവന്ന് കൊടുക്കും. അവിടുത്തെ ഒരു സുന്ദരി പെണ്ണത് ചെക്ക് ചെയ്ത് ഒറിജിനൽ ആണെന്ന് പറയുന്നു. ഈ മനുഷ്യൻ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴായിരിക്കും ആഫ്രിക്കൻ ബോയ് താൻ ഞങ്ങളോട് പറഞ്ഞത് 30 കിലോയാ, പക്ഷെ ഞങ്ങൾ ചെന്ന് എത്തിപ്പെട്ടതോ 300 കിലോയിലും. ഒരുപാട് പോലീസുകാരെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഭാഗ്യത്തിനാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. താൻ ഞങ്ങളെ കുടുക്കിലേക്ക് അയക്കുകയായിരുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? അത് കേൾക്കുമ്പോൾ ആ വില്ലൻ പറയും, എനിക്ക് കിട്ടിയ ക്ലൂ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നു, അത്രയേ ഉള്ളൂ. ഈ ജോലി ചെയ്യിക്കാൻ എനിക്ക് ഒരുപാട് പിള്ളേരുണ്ട് ഈ സിറ്റിയിൽ തന്നെ. നിനക്കൊക്കെ അത്രയും പേടിയാണെങ്കിൽ വല്ല ക്യാബും പോയി ഓടിക്കേ. തോക്കുമായിട്ട് വെറുതെ അല്ലല്ലോ പറഞ്ഞു വിടുന്നു. ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ടാണ് കയ്യിലേക്ക് ആ മെഷീൻ ഗണ്ണും വെച്ച് തന്നിരിക്കുന്നത്. പേടിയാണെങ്കിൽ ഇറങ്ങി പൊക്കോടോ, എനിക്ക് വേറെ ആൾക്കാരുണ്ട് നോക്കാൻ. ഇപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്? ആഫ്രിക്കൻ പറയും, ഞങ്ങൾക്ക് ഈ സാധനത്തിന് $1 മില്യൺ വേണമെന്ന്. അത് കേട്ട് അയാൾ ചിരിക്കുക. ചുമ്മാ ചോദിച്ച പണമൊന്നും എടുത്ത് തരാൻ പറ്റില്ല. മാർക്കറ്റ് റേറ്റ് എത്രയുണ്ടോ അത്ര മാത്രമേ തരാൻ പറ്റുള്ളൂ. അതിന് ആഫ്രിക്കൻ പറയും, ഇതിന് മാർക്കറ്റ് റേറ്റ് 6.4 മില്യണാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തന്നത് പോകെ 5.4 മില്യൺ നിനക്ക് അപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ചോദിച്ചിട്ടില്ല. തരാമെങ്കിൽ മാത്രം ഡീല് നടത്തിയാൽ മതി. റെഡിയാണെന്ന് ചോദിക്കുക. സോ യഥാർത്ഥ റേറ്റ് ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ഡീലർക്ക് ഇവരെ പറ്റിക്കാനും പറ്റുന്നില്ല. കൊടുക്കാൻ അയാൾ തയ്യാറാവും. ഈ നേരത്ത് പോലീസുകാര് മറ്റേ കത്തിയ കാറിലെ ആ സ്ഥലത്ത് നിന്നും ഈ രാത്രി മറ്റൊരു കാറ് മാത്രമേ പോയിട്ടുള്ളൂ, ഒരേ ഒരു കാർ. അതുകൊണ്ട് അവർക്ക് എളുപ്പമായി ആളെ കണ്ടുപിടിക്കാൻ. ആ കാർ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരയാളെ വീട് ഇടിച്ചു പൊളിച്ച് അകത്തേക്ക് കയറി വരും. അവിടെ ഒരു പെണ്ണും ചെറുക്കനും ഉല്ലാസവേളയിലായിരുന്നു. പാവം ഇവര് ടൗസറോടും കൂടി അവൻ ഇടിച്ചിടുകയാണ്. ആ പെൺകുട്ടി, നിങ്ങൾക്ക് എന്താടാ വേണ്ടത്? നിങ്ങൾ വിചാരിക്കുന്ന ആളല്ലാതെ നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുക. അപ്പൊ ഹീറോ പറയും, ഞങ്ങൾ അവനെ ഉപദ്രവിക്കില്ല, നീ സത്യം തുറന്നു പറയണം. ആ പെൺകുട്ടിക്ക് ഈ കാറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇത് നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കാറാ. ഈ കാർ ഓടിച്ച ആരാണ്? നിന്റെ ഈ കൂട്ടുകാരനാണോ? അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി പറയും, അതെന്റെ കാറല്ല, എനിക്കൊരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു മണ്ടൻ. അവന് സിവിൽ സ്കോർ കുറവായതുകൊണ്ട് എന്റെ പേര് വെച്ച് അവനൊരു കാറ് വാങ്ങിച്ച. ആ കാറുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ അവനുമായും ബന്ധമില്ല. ഉടനെ ഹീറോ
ആ പെൺകുട്ടിയെ മാത്രം അവിടെ വിട്ട് ബാക്കി എല്ലാവരെയും പുറത്തു പോകാൻ പറയും. ഈ പെൺകുട്ടിയുടെ പിടിവിടുമ്പം അവൾ ഹീറോയുടെ മോന്തയ്ക്കൊന്ന് കൊടുക്കുന്നുണ്ട്. ശരി, രാത്രി വന്ന് ശല്യം ചെയ്തുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാമെന്നും പറഞ്ഞ് ഹീറോ ഫോട്ടോ കാണിച്ച് ആ കാറിനകത്തിരിക്കുന്നത് ആരാണ്, നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുക. ആ പെൺകുട്ടി പറയും, ആ എക്സ് ബോയ് ഫ്രണ്ട് ഒരു മണ്ടനാ, കൊല്ലാനും മാത്രമുള്ള ധൈര്യമൊന്നും അവനില്ല, അവനെ കൊണ്ട് കഴിയില്ല, ഇത് മറ്റാരോ ആണ്. ആ ബോയ് ഫ്രണ്ടിന്റെ പേര് ടൊറിയാനോ ബുഷ് എന്ന. നമ്മുടെ ലേഡി പോലീസുകാരി ഈ ടൊറിയാനോ ബുഷിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറയും. കൺട്രോൾ റൂമിൽ വിളിച്ച് ഈ സമയത്ത് ഇവിടെ നമ്മുടെ വില്ലൻ ചെക്കന്മാർക്ക് ആ ഡീലർ പറഞ്ഞ പണം കൊടുക്കുന്നു. അവരത് മാത്രം പോരാ, ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയും കൂടെ നിങ്ങൾ റെഡിയാക്കി തരണമെന്ന് പറയാം. അപ്പോൾ ആ ഡീലർ അയാൾക്കറിയാവുന്ന ഫേക്ക് പാസ്പോർട്ടും ഫേക്ക് റെസിഡൻസിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫ്രോഡുണ്ട്. പുള്ളിക്കാരന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. പുള്ളിക്കാരൻ മുഖേന ഇവർക്ക് നാട് കടക്കാം. നേരെ അയാളുടെ വീട്ടിലേക്ക് പോകാൻ പറയാം. ഇവരും ശരിവെച്ച് അവിടുന്ന് പുറപ്പെടുകയാണ്. പോകാൻ നേരെ ഒരു നന്മ കൂടെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഡീല് കൊടുക്കുന്ന ഇടനിലക്കാരനില്ലേ, അവന് കുറെ കടം ഉണ്ടാവും ഈ ഡീലർ അടുത്ത്. ഇവർക്ക് നിറച്ച് പണം കിട്ടിയതുകൊണ്ട് പുള്ളിക്കാരന്റെ കടം കൂടെ വീട്ടിയിട്ടാണ് ഇവർ പോകുന്നത്. നീ എനിക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞു. ഈ നേരത്ത് ഹീറോ ആ പിടിച്ച പെൺകുട്ടിയെ ഇരുത്തിയിട്ട്, ഇവിടെ നോക്ക്, നീ ക്രൈം ചെയ്താലും ഇല്ലെങ്കിലും നിന്റെ പേരിലുള്ള കാറിലാണ് അവർ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നിന്നെ വേണമെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, ഇനി നിന്നെ ശല്യപ്പെടുത്തുകയുമില്ല. സോ അതിൽ ആ കാറിൽ പോയിരിക്കാൻ സാധ്യതയുള്ള ആ 2 പേര്, അവരെക്കുറിച്ച് നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ എന്നോട് പറയണം. നിനക്കറിയാം ആരൊക്കെയാണത്? അത് കേൾക്കുമ്പോൾ ആ പെൺകുട്ടി പറയും, മേ ബി അത് റേമണ്ട് ജാക്സൺ ആയിരിക്കാം. ആ ഇരുത്തവും നോട്ടമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞങ്ങളൊക്കെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. അവൻ ആർമിയിലുണ്ടായിരുന്ന ആളാ, പിന്നീട് റിട്ടയർഡായി. ചെറുപ്പത്തിലെ ഒരു ടഫ് ബോയ് ആയിരുന്നു. തന്നേക്കാൾ പ്രായമുള്ളവരെ വരെ അവൻ ഇടിച്ചിടുമായിരുന്നു. ഭയങ്കര ഫൈറ്ററാ. അവന്റെ ക്ലോസ് ആയ ഒരു കൂട്ടുകാരനുണ്ട്. ഞങ്ങളൊക്കെ ഒരേ തെരുവിൽ കഴിഞ്ഞവരാ. ആ കൂട്ടുകാരനും ഇവനും കൂടെയാണ് ആർമിയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ആർമിയിലിരിക്കവേ ഈ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടു. കൂട്ടുകാരൻ കൊല്ലപ്പെട്ടപ്പോൾ അവന്റെ അനുജൻ അവനും കൂടെ ചെന്ന് ആർമിയിൽ ജോയിൻ ചെയ്യായിരുന്നു. റേമണ്ടിന് സ്വന്തം അനിയനെ പോലെയായിരുന്നു ആ കൂട്ടുകാരന്റെ അനുജൻ. എന്നാൽ ഈ അനുജനെ ചെയ്യാത്ത തെറ്റിന് ആർമിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇവർ 2 പേരും നാട്ടിൽ വന്ന് ചെറിയ ചെറിയ ക്രൈമൊക്കെ ചെയ്ത് അതിൽ നിന്നും പണം ഉണ്ടാക്കുകയായിരുന്നു. ഇങ്ങനെ പോലീസുകാരെ ആക്രമിക്കാനും മാത്രം അവർ ശ്രമിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഹീറോ ആ പെൺകുട്ടിയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാം. ഈ സമയം നമ്മുടെ കില്ലർ ബോയ്സ് അവരാ കിട്ടിയ പണവുമായി ഈ നാട് കടക്കാൻ ഇവരെ സഹായിക്കുന്നു പറഞ്ഞൊരു ഫ്രോഡില്ലേ, പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി തരും, നാട് കടന്നതിന് ശേഷം ആ പണം അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഫ്രോഡ്, അയാളുടെ വീട്ടിലേക്ക് ചെല്ലുക. സ്റ്റീൽ ഡോറൊക്കെയാണ് അയാളുടെ വീട്ടിലുള്ളത്. ലോക്ക് ചെയ്തിട്ട് പുള്ളിക്കാരൻ ഇവരകത്തേക്ക് കൊണ്ടുപോകുന്നു. ആ നേരത്തെ തന്നെ നമ്മുടെ ചെക്കന്മാരെ പോലീസുകാർ തിരിച്ചറിഞ്ഞു. നാട് മൊത്തം വല വീശി തേടിക്കൊണ്ടിരിക്കുക എന്നുള്ള ന്യൂസ് TV-യിൽ ഓടുന്നുണ്ട്. അവർക്ക് മനസ്സിലായി എല്ലാം കൈവിട്ടു പോയെന്ന്. ഇയാൾക്ക് കുറേ ടെക്നിക്കൽ പരിപാടിയുണ്ട്. കാണാനൊരു ഇറ്റാലിയന്റെ ലുക്കും ഉണ്ട്. പുള്ളിക്കാരന്റെ സേഫിലാണ് ഇവർ പണം വെക്കേണ്ടത്. നാട് കടന്നാൽ അയച്ചു കൊടുക്കും, ഒരു പങ്കും കൊടുക്കണം. എന്നാൽ നമ്മുടെ ഇംഗ്ലീഷിന് സംശയം, അവന് പേടിയുമാണ്. ഈ ഒരു അവസ്ഥയിൽ ഇവരെയും കൊന്നിട്ട് കൊള്ളയടിക്കാനല്ല എല്ലാവരും ശ്രമിക്കുള്ളൂ. ഇവർ വന്നിരിക്കുന്നത് ഏതോ ഒരുവന്റെ വീട്ടിലാ. ഇവരെ കയ്യിലെ പണം അയാൾക്ക് കൊടുക്കുന്നു. 2 പേർക്കും വേറെ ചോയ്സും ഇല്ല. സോ ഇവൻ ട്രാപ്പിലാക്കുകയാണോ എന്ന് ഭയന്നിട്ട് ഇംഗ്ലീഷൻ തോക്കും ചൂണ്ടി, സത്യം പറയടാ, നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയല്ലേ, രക്ഷപ്പെടാൻ എന്ത് മാർഗമാണ് ഞങ്ങൾക്കുള്ളത്? അപ്പോൾ ആഫ്രിക്കൻ ഇവനെ തടഞ്ഞിട്ട്, നമുക്കിപ്പോൾ വേറെ ചോയ്സ് ഇല്ല, നമ്മുടെ ഡീലർ ബുഷിനും കൂടെ ഇവൻ അറിയാം, അതുകൊണ്ട് ഇവൻ ചതിക്കില്ല എന്ന് വിശ്വസിക്കാം. പുറത്തിറങ്ങിയ പോലീസിൽ പിടിക്കപ്പെടും, നമുക്കൊന്ന് ശ്രമിക്കാം, നീ വെയിറ്റ് ചെയ്യ്. ഇവൻ എന്തേലും കുഴപ്പം കാണിക്കുകയാണെങ്കിൽ മാത്രം ഇവനെ തട്ടിയാൽ മതി, നമുക്ക് വെയിറ്റ് ചെയ്യാം. കയ്യിൽ തോക്കുണ്ടല്ലോ, നീ ഒരു പെഗ് കഴിക്കി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇവർക്ക് പെഗ് ഒഴിച്ചു കൊടുക്കുക. നീ എന്തേലും കുഴപ്പം കാണിച്ചാൽ ഞാൻ ചത്താലും നിന്നെ കൊല്ലൂടാന്ന് ഇംഗ്ലീഷിന് ആ ഇറ്റലിക്കാരനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് പോലീസുകാർ ആ ഇടനിലക്കാരനില്ലേ ഇവർക്ക് വർക്ക് കൊടുക്കുന്ന ടൊറിയാനോ, അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു ബാറിലുള്ളത്, ഒരു പബ്ബിൽ. കുറച്ച് പോലീസുകാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ പോലീസുകാർ ഈ ടൊറിയാനോനെ കണ്ടുടനെ ഷൂട്ട് ചെയ്യുക. ചോദ്യമൊന്നും ചെയ്യുന്നില്ല, കണ്ടുടനെ ഷൂട്ട് ചെയ്യുന്നു. അതെന്താ അങ്ങനെ പറ്റിയെന്ന് മനസ്സിലായില്ല. ഹീറോ വന്ന് നോക്കുമ്പം ഈ പോലീസുകാർ ഷൂട്ട് ചെയ്ത് ആ ടൊറിയാനോ മരിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്ത് പണിയാടാ കാണിക്കുന്നത്? ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞല്ലേ, ഷൂട്ട് ചെയ്യാൻ ആരോ ഓർഡർ തന്ന് തോന്നിയ ദിവസം കാണിക്കുന്നു എന്നും പറഞ്ഞ് ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട് പോലീസുകാരനെ ചീത്ത പറയുമ്പം, മരിച്ചത് ഞങ്ങളുടെ സഹോദരനാ, നിന്റെ ആരുമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ദേഷ്യമുണ്ടടാന്നും പറഞ്ഞ് ആ ഗുണ്ടപ്പൻ ഹീറോയോട് ദേഷ്യപ്പെടുന്നു. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം വേറെ പോലീസുകാരൻ പറയും, അയാൾ കയ്യിൽ നിന്ന് തോക്കെടുത്തു ആ ടൊറിയാനോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നതാണെന്ന് ഇവർ പറയും. നോക്കുമ്പോൾ കുഞ്ഞു തോക്ക് അവിടെ കിടപ്പുണ്ട്. മറ്റവരുപയോഗിച്ച് മെഷീൻ ഗണ്ണ. ഈ കുഞ്ഞു തോക്കിനെ കണ്ട് പേടിച്ചിട്ടാണോ നിങ്ങൾ ഷൂട്ട് ചെയ്ത്? അതെങ്ങനെ വിശ്വസിക്കുമെന്ന് ഹീറോ ചോദിക്കുക. ഉടനെ ഗുണ്ടപ്പൻ, നീ പോയി പണി നോക്കടാന്നും പറഞ്ഞ് ഹീറോയെ തള്ളിവിടവേ ഹീറോ ആഞ്ഞൊരു കുത്തു കൊടുത്ത് ആ ഗുണ്ടപ്പനെ നിലത്ത് വീഴിക്കുക. അവന്റെ കൂട്ടുകാരൻ നോക്കാൻ പോലും ഭയപ്പെടുന്നുണ്ട്. അനങ്ങി അവനും കിട്ടൊരിടി. അത് കഴിഞ്ഞ് ഹീറോ പറയും, നീയല്ലേ പറഞ്ഞത് അവൻ ഷൂട്ട് ചെയ്തെന്ന്?
ഈ കുഞ്ഞു പീറ തോക്ക് അത് അവന്റെ കയ്യിൽ നിന്ന് വന്നാണെന്ന് ഞാൻ വിശ്വസിക്കണം. എന്നാൽ നിന്റെ കൂട്ടുകാരന്റെ കാലിലെ തോക്ക് എവിടെ പോയി? ശരിക്കും ആ ഗുണ്ട് പോലീസുകാരന്റെ കാലിലുണ്ടായിരുന്ന തോക്കാണ് പുള്ളിക്കാരൻ താഴെ ഇട്ടത്. രക്ഷപ്പെടാൻ വേണ്ടി ഷൂട്ട് ചെയ്തത് ഇന്ന കാരണം കൊണ്ടാന്ന് പറയാൻ വേണ്ടി സെറ്റപ്പാക്കിയതാ. ആ സമയത്തായിരിക്കും ലേഡി പോലീസ് അങ്ങോട്ട് ഓടി വരുന്നത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പം ഹീറോ പറയും, അത് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഇറ്റലി ഫ്രോഡൻ ഇവർക്ക് വേണ്ടി പാസ്പോർട്ട് തയ്യാറാക്കുക ഏതോ ബഹമാസ് എന്ന നാട്ടിലേക്ക്. അതുവഴി ഇവർക്ക് പറന്നു പോകാം. അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പണത്തിന്റെ പങ്കു അയക്കുന്നുണ്ട്. അവരെ പുതിയ പേരൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവിടുന്ന് ഏതോ ബോട്ടിൽ കയറി അയാൾ പറയുന്ന ആളുടെ അടുത്തേക്ക് ചെല്ലണം. പുള്ളിക്കാരൻ ഇവരെ രൂപമൊക്കെ മാറ്റി അടുത്തുള്ള അയൽ രാജ്യത്തിൽ നിന്ന് ഇവരെ ഫ്ലൈറ്റിൽ പറഞ്ഞോടും. അതാണ് പ്ലാൻ. ഈ സംഭവമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് ഇവരെ കഥക് തല്ലി പൊളിക്കാൻ നോക്കുക. മനസ്സിലാവില്ല ആരാണെന്ന്. അത്രയും വേഗത്തിൽ കുത്തി പൊളിക്കുന്നത് പോലെയാണ് തല്ലുന്നത്. അങ്ങനെ ആരാ ചെയ്യുക? അങ്ങനെ ആരും ചെയ്യാൻ വഴിയില്ലെന്നും പറഞ്ഞിട്ട് ഈ ഇറ്റലിക്കാരൻ, നിങ്ങൾ ആരാണ്? എന്റെ വീട്ടിൽ ക്യാമറയുണ്ട്, ആക്രമിക്കാൻ ശ്രമിക്കരുത്, ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയാ. ഉടനെ വന്നവർ പറയും, ഞങ്ങൾ തന്നെ പോലീസാടാ, ഞങ്ങൾ NYPD, ഡോറ് തുറക്കുന്നു. ഇയാൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കയ്യിൽ വാറണ്ടുണ്ടോ? എന്തിനാ ഡോറ് പൊളിക്കണേന്നും പറഞ്ഞ് ചോദിച്ച് അടുത്ത് പോകവേ പുള്ളിക്കാരന്റെ കണ്ണിലേക്ക് എന്നെ ഈ പോലീസ് വെടിവെച്ചു.